ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പം നമ്മളിതാ ഇവിടെ എത്തി, റൂമിലെത്തിയിട്ടാ. കുറച്ചേരായി എത്തിയിട്ട് നാസ്തൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും വന്നാണ് റൂമിൽ കിട്ടാൻ. അപ്പം ഞാനിവിടെ വന്നത് എന്താണെന്നും പിന്നെ എന്താ അത്ര പെട്ടെന്ന് വരാൻ കാരണമെന്നും ആരാണ് കൂടെന്നും ഒക്കെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്, ചോദ്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരം ഞാൻ തരണമല്ലോ. അത്ര പെട്ടെന്ന് എന്താ വരാൻ കാരണം എന്നുള്ളത് ഞാനിതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ബാംഗ്ലൂർക്ക് പോകണ്ടെന്നൊന്നും. അപ്പം ഒരു പെട്ടെന്നുള്ളൊരു യാത്ര ഉണ്ടായിപ്പോയി, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു, ബാംഗ്ലൂർ വന്നിരുന്നു. അന്ന് നമുക്ക് ചാനലില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് അന്ന് ഞാൻ വന്നിരുന്നത് കേട്ടോ. എനിക്ക് ഇതേപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച്, അപ്പോൾ അവർ ബുക്ക് ചെയ്ത്, പിന്നെ റിസർവേഷനൊക്കെ ബുക്ക് ചെയ്ത് എ സിയാണ്. അപ്പോൾ നീ പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇക്ക കുറച്ച് ദിവസമായി അവിടെ അവരുടെ വീട്ടിലാണ്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ മാത്രമായിട്ട് അങ്ങനെ വന്നുകൊണ്ട് അന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഇക്കാനോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് എന്നാണ്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പെർമിഷൻ കിട്ടിയല്ലോ ഭർത്താവിൻ്റെ. അപ്പോൾ പിന്നെ ഇക്കൊക്കെ അറിയുന്ന കാര്യം കേട്ടോ, അപ്പം എന്തൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്, വേറെ ആരുമില്ല കൂടെ. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ട്രെയിൻ ഇറങ്ങി ഓന് റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് വന്ന് എന്നോടൊക്കെ ഒന്ന് കറങ്ങണം, അവരുടെ ഫാമിലിയിലൊക്കെ ഒന്ന് പോകണം. പക്ഷെ അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ അത് അവരുടെ ഫാമിലിക്ക് ഒരു വിഷയമാണ്, അവർക്കത് ഇഷ്ടമല്ല നമ്മളിത് കാണിക്കുന്നത്, വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് കാണിക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിൽക്കുന്നത്. ഓന് പോയി എന്നെ ഇവിടെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോകും. കുറച്ചൊക്കെ ഒന്ന് കറങ്ങി, ഇനി വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോകും, അത്ര തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരില്ല, വെറുതെ ഒറ്റയ്ക്ക് ഒന്നിങ്ങനെ കറങ്ങണം എന്താക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലില്ല. പെണ്ണുങ്ങളായി കിടക്കുന്ന നിങ്ങളോടാണ് ചോദിച്ചിട്ടാ, നിങ്ങൾ ഉത്തരം പറയാം. നിങ്ങളെ മനസ്സിലുള്ളത്, ശരിക്കും നിങ്ങളെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ ഒരു ഫ്രണ്ട്സിനെ പോലെ കാണുന്നത്, ജ്യേഷ്ഠത്തിനെ പോലെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. ഞാൻ ഓപ്പണായിട്ട് അപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ മനസ്സിൽ എന്താ എങ്ങനെ തോന്നുന്നത്, ഹസ്ബൻഡ് ഒന്നില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സുകളൊപ്പം ഒന്ന് കറങ്ങാനൊക്കെ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. ചുമ്മാ പറഞ്ഞാൽ മതി, അതിപ്പോൾ അതിലൊന്നും ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാനൊരു അഭിപ്രായം ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഭർത്താവ് മരിക്കുക, നമ്മളെ ഹസ്ബൻഡ് പിന്നെ നമ്മളെ ഡിവേഴ്സ് ചെയ്യുക, അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഒരു തോന്നലുണ്ടാവുമല്ലോ, ഇങ്ങനെ നരകിച്ച് ജീവിച്ചിട്ട് എന്താ, ഇടയ്ക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണോ. അപ്പോൾ ആ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ഫ്രണ്ട്സുകളെ കൂടെ, അതായത് ബോയ്സ് ആണെങ്കിൽ അവരെ കൂടെ അങ്ങനെ നമുക്ക് പോകാൻ അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ, ഞാൻ ചോദിക്കണത് തെറ്റായിരിക്കാം, ചിലപ്പം ശരിയായിരിക്കാം ചിലർക്ക്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്താ, ഗെറ്റ് ടുഗെദർ അല്ലേ. അതൊരു തെറ്റായിട്ട് ഇപ്പോൾ ഒരു മഹലിനും കാണില്ല, ഒരു പഞ്ചായത്തും കാണില്ല, ഒരു നാട്ടുകാരും കാണില്ല, ഒരു പോലീസുകാരും കാണില്ല, ആരും കാണില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അനിവാര്യമാണ്, അത്യാവശ്യ ഘട്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ആയിരിക്കണം അല്ലേ. അങ്ങനെയുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വന്നതൊന്നും അതിലൊരു തെറ്റായിട്ട് തോന്നണില്ല, എനിക്കും തോന്നണില്ല. അപ്പോൾ എന്താ പറയുന്നത്, ആണും പെണ്ണിനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തെറ്റ് വരുന്നില്ലല്ലോ. അങ്ങനെയല്ല ഇപ്പോൾ നമ്മളെ നീതി നിയമമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനും വിചാരിച്ചെന്നാ ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും എഴുതിക്കോളി, നെഗറ്റീവ് ആണെങ്കിൽ അതും എഴുതിക്കോളി. നിങ്ങളെ കമൻറ്റ് എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ വൈകി ഞാൻ വന്നതാണ്. രാവിലെ ഞാൻ ഇന്നലെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും, ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, പെട്ടെന്ന് എടുത്ത ടിക്കറ്റാണ്. അപ്പോൾ അവനിങ്ങനെ വിളിച്ച് പറഞ്ഞു. ഞാൻ അവിടുന്ന് എത്ര മണിക്കാണെന്നറിയോ, ഒരു വൈകുന്നേരം ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി തിരൂരിൽ. ഞാനപ്പോൾ ഷോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഷോർട്ട് വിടാനും പറ്റില്ല, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ പിന്നെ അത് ഒറ്റപ്പാലത്തേക്കാണ് വന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് 9 സംതിങ്ങിന്, 9:15 9:15 8 സംതിങ്ങിനാണ്, 8:50 ട്രെയിനുള്ളത് അല്ലേ. കുറച്ച് ലേറ്റായി അൽഹംദുലില്ലാ, അതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ എത്തി. അങ്ങനെ 9:15 ട്രെയിൻ കയറി. അപ്പോൾ എ സി അല്ലേ. പിന്നെ നമ്മൾ കയറുന്നത് രാത്രിയാണ്, അപ്പോൾ എല്ലാവരും ഉറങ്ങല്ലേ. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി, പിന്നെ സൈലൻ്റ് ആണ്. അപ്പം നമ്മളവിടെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാഞ്ഞത് കേട്ടോ. ഇനി ബാക്കി വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പുറത്തൊക്കെ പോകുന്നുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരൻ കാണിച്ചു തരാൻ പറ്റില്ല. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരും. നിങ്ങളുടെ മുന്നിൽ നമുക്ക് ഒരു അറിവില്ല മക്കളെ.
നിങ്ങൾക്ക് കാണിച്ചു തരും, നെട്ടരുതെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നു പുള്ളിക്കാരനെ. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ആരിഫത്താത്ത ഇങ്ങനത്തെ ആളായിരുന്നില്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു വീഡിയോസാണ് ഞാൻ വിടുന്നത്. ജസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ പറയണം, കൂടെ ആരൊക്കെ എത്ര ആൾക്കാരുണ്ട്, കൂടെ മെസ്സേജൊക്കെ വന്നിരിക്കണ് വാട്സപ്പിൽ. അപ്പോൾ അവരോടൊക്കെയാണ് പറഞ്ഞത്, അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹവും അവരെ എന്താണ് ഉത്കണ്ഠയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, പെട്ടെന്നുള്ളൊരു യാത്രയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ വാട്സപ്പിൽ കൂടി അല്ലാതെയൊക്കെ വന്നിട്ട് ചോദിക്കുന്നത്. സന്തോഷമുള്ളൂ. അപ്പോൾ അവരെന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ അതിന് ഞാനൊരു മറുപടി കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയൊരു വീഡിയോസുമായി ഞാൻ വന്നിട്ടാ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നായാലും ഇതിൻ്റെ താഴെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ. അപ്പോൾ അസ്സലാമു അലൈക്കും, മാസലാമ. ഇനിയും കാണാം.